എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മാംഗോ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. എഗ്ഗ്ലെസ് മാംഗോ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ക്രീം വേണ്ട. കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടൂൾസും തന്നെ ഇതിനാവശ്യമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 വലിയ മാങ്ങ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ ഉള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊരു ഒരു ജാമിൻ്റെ ഒക്കെ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവാതെ തന്നെ കുറച്ച് ലൂസോട് കൂടിയിട്ടുള്ളൊരു മാംഗോൻ്റെ ഒരു ജാമ് പോലെ, അതായത് നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്രീം തേക്കാനുള്ളതാണിത്. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ തീ മീഡിയത്തിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും മാങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ടൊരു നല്ലൊരു ടെക്സ്ചറിലേക്ക് എത്തും. അതിന് മുൻപായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാംഗോ കേക്കാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കേക്കിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മധുരം, അതുപോലെ തന്നെ കളറ്, നാര് കുറവ്, ഇതൊക്കെയുള്ള മാങ്ങ വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ച പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്കൊരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പോളം മാങ്ങയുടെ പൾപ്പ്, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പകുതി കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മിക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറച്ച് സമയം പിടിക്കും മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ കേക്കിൽ വാനില എസൻസ് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പം എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇത്ര പാലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്കിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് മനസ്സിലായി വരും. നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഞാനിതിൽ കാണിക്കുന്നത് പോലെയുള്ളൊരു ബാറ്ററിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പിന്നെ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാനുണ്ട്. ഞാൻ അവസാനമാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതെല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് ഈ ഒരു ടെക്സ്ചറിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ. ഇനി ഇതാ ഞാൻ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. കേക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസിനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ താഴെയായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക.
ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തട്ടി കൊടുക്കാം. ഉള്ളിൽ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 15 മിനിറ്റോളം ഈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാനിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30-35 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടുന്നത് ഞാൻ ഈ പാനിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇടുന്നത്. നിങ്ങൾ അടിയിൽ പാത്രം വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ കേക്ക് അത്യാവശ്യം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അരികിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് മുറിച്ച് മാറ്റണം. കേക്കിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മുറിച്ച് മാറ്റിയാൽ മതി. അതിനുശേഷം കേക്ക് ഒരു 2 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ വെക്കുന്ന ലെയറിലേക്ക് ആദ്യം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാങ്ങയുടെ പൾപ്പിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മാങ്ങയുടെ പൾപ്പ് കൂടി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി കേക്കിൻ്റെ 4 വശങ്ങളിലും ഇതുപോലെ ബാക്കിയുള്ള പൾപ്പ് മുഴുവനായിട്ടും തേച്ച് കൊടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ വശങ്ങളിലും മാങ്ങയുടെ പൾപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഡയറി മിൽക്ക് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിലേക്ക് 2 ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രം തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ ഈ പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഡയറി മിൽക്ക് നന്നായിട്ട് മെൽറ്റായിട്ടൊരു ക്രീം പോലെ വരും. എന്നിട്ട് ആ ക്രീം ഉപയോഗിച്ചിട്ട് ഇതുപോലെ കേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു അറ്റത്തേക്ക് കുറച്ച് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഈ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും എന്നെനിക്ക് തീർച്ചയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക.